മെസ്സിയെ പോലുള്ളൊരു ലോകം ആദരിക്കുന്ന ഒരു കളിക്കാരനെ കേരളത്തിൽ കൊണ്ടുവന്ന് കളിപ്പിക്കുന്നതും കേരളത്തിലേക്ക് ക്ഷണിക്കുന്നതുമെല്ലാം വളരെ പോസിറ്റീവായിട്ടാണ് നിങ്ങളൊക്കെ കണ്ടത്. കാരണം മെസ്സി കേരളത്തിൽ വന്നാൽ ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ച ആളുകളാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷം കായിക പ്രേമികളും പൊതുവെ ആളുകളും. അപ്പോൾ അതിന് കൂടിയാണ് ഞങ്ങളൊക്കെ. കാരണം മെസ്സിയെ പോലെ ആൾ കേരളത്തിൽ വരുന്നതിൽ എന്താ തെറ്റ്? പിന്നെ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇപ്പം മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ സംബന്ധിച്ചല്ലേ, അപ്പോൾ അതിലൊക്കെ അന്വേഷണം നടത്തി കാര്യങ്ങൾ പുറത്തു വരട്ടെ. ഇപ്പോൾ എല്ലാ കാര്യങ്ങളെയും ഇങ്ങനെ വിവാദത്തിൻ്റെ മുഖമാർ സൃഷ്ടിച്ച് ആക്ഷേപിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അതിന് ചില താല്പര്യങ്ങളൊക്കെ ഉണ്ടാവും, അറിയാലോ ഇപ്പോൾ ഇവിടെ കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ്. മറ്റൊരു അറിയിപ്പ് കൂടി ഉള്ളത്, 2024 യുവധാര യുവ സാഹിത്യ പുരസ്കാരത്തിൻ്റെ പ്രഖ്യാപനമാണ്. അത് കഥ കവിതാ വിഭാഗത്തിലാണ് യുവധാര മാസിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കാറുള്ളത്. ഏറ്റവും കൂടുതൽ തുക സമ്മാനമായി നൽകുന്ന യുവ സാഹിത്യ പുരസ്കാരം എന്ന പ്രത്യേകത കൂടി യുവധാരയുടെ പുരസ്കാരത്തിന് ഉണ്ട്. ഇത്തവണ കവിതാ വിഭാഗത്തിൽ ജനിതക ദുഃഖം എന്ന കവിതയ്ക്ക് ദിവ്യ ആറാണ് യുവധാരയുടെ കഥാപുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത്. കവിതാ പുരസ്കാരത്തിന് അർഹത നേടിയത്. കഥാവിഭാഗത്തിൽ മോനിയ ലല്ല എന്ന കഥയ്ക്ക് വിമീഷ് മണിയൂരിനാണ് പുരസ്കാരം നിശ്ചയിച്ചിട്ടുള്ളത്. കവിതയിൽ പ്രോത്സാഹന സമ്മാനം അൻസിഫ് സി അബു, കവിതയുടെ പേര് ഉപ്പൂപ്പായുടെ പള്ളി. മറ്റൊരാൾ സിനാഷ, കവിതയുടെ പേര് വർത്തമാന ബുദ്ധൻ. മറ്റൊരു പ്രോത്സാഹന സമ്മാനം ടിനോ ഗ്രേസ് തോമസ്, കവിതയുടെ പേര് കാർമേഘങ്ങളുടെ ഉടഞ്ഞ ഫോസിലുകളും മരിയ പീറ്ററിൻ്റെ എക്സ്റേ പ്രിൻ്റുകളും. കഥാവിഭാഗത്തിൽ 3 പേർക്കാണ് പ്രോത്സാഹനം. ഷാഫി പി, റഖീബിനും അത്തീത്തിനുമിടയിലെ നുണകൾ. രണ്ടാമത് കെ നിധിൻ, കഥയുടെ പേര് ഓഷോ. മൂന്നാമത് കൃഷ്ണനുണ്ണി ജോജി, കഥ വേതാള പ്രശ്നം. ഈ സാഹിത്യ അവാർഡ് നിശ്ചയിക്കാൻ വേണ്ടി ഒരു ജൂറിയെ നിശ്ചയിച്ചിരുന്നു. ജൂറിയുടെ ചെയർമാനായി മലയാളത്തിലെ പ്രശസ്ത എഴുത്തുകാരൻ ടി ഡി രാമകൃഷ്ണനാണ് പ്രവർത്തിച്ചത്. ജൂറി അംഗങ്ങളായി കവിതയിൽ റോസ്മേരി, പി എൻ ഗോപികൃഷ്ണൻ, കെ വി സജയ് എന്നിവരും, കഥയിൽ ടി ഡി രാമകൃഷ്ണൻ, ഡോക്ടർ എം എ സിദ്ദിഖ്, ഷീല ടോമി എന്നിവരാണ് പ്രവർത്തിച്ചത്. പുരസ്കാര വിതരണം ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന വേദിയിൽ ആഗസ്റ്റ് മാസം 20-ാം തീയതി രാവിലെ നടക്കും എന്നുകൂടി അറിയിക്കാം. ഡിവൈഎഫ്ഐയുടെ പ്രായപരിധി 40 വയസ്സാണ്. ഭരണഘടനാ അംഗത്വത്തിന്. ഇല്ല, അംഗത്വത്തിലുള്ള ആൾക്ക് ഭാരവാഹി സമ്മേളനത്തിൽ തിരഞ്ഞെടുക്കപ്പെടാം. ഡിവൈഎഫ്ഐയുടെ അംഗത്വം 40 വയസ്സ് വരെയാണ്. അല്ല, സമ്മേളനത്തിൽ സ്വാഭാവികമായിട്ടും പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പൊക്കെ ഉണ്ടാവും. അതൊക്കെ തെറ്റായ വാർത്തകളാണ്. ഡിവൈഎഫ്ഐയുടെ പ്രായപരിധിയും കാര്യങ്ങളെല്ലാം ഡിവൈഎഫ്ഐയുടെ ഭരണഘടന അനുസരിച്ചാണ് ഉണ്ടാവുക. സമ്മേളനവും ഭരണഘടന അനുസരിച്ചാണ് നടക്കുക. മറ്റ് വാർത്തകൾക്കൊന്നും അടിസ്ഥാനമില്ല. അതൊക്കെ സമ്മേളനം തിരഞ്ഞെടുക്കുന്നതാണ്. അതൊക്കെ സമ്മേളനത്തിൻ്റെ അധികാരമാണ്. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന ഭാരവാഹികൾ സമ്മേളനത്തിന് മുന്നേ പത്രസമ്മേളനം നടത്തി ഇന്ന ആളുകൾ ഭാരവാഹികളാവും എന്ന് പറയുന്ന രീതിയില്ല. നിങ്ങൾക്കറിയാം, അതൊക്കെ സമ്മേളനത്തിൻ്റെ അധികാരത്തിൽപ്പെട്ടതാണ്. സമ്മേളനത്തിൻ്റെ അജണ്ട തന്നെ പ്രതിനിധികളുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പും എല്ലാം തിരഞ്ഞെടുപ്പാണ്. സ്വാഭാവികമായിട്ടും അവിടെ വ്യത്യസ്ത അഭിപ്രായമൊക്കെ ഉണ്ടായേക്കാം. അതൊക്കെ സംഘടനാ സമ്മേളനത്തിൻ്റെ കാര്യമാണ്. അപ്പോൾ നല്ല ഐക്യത്തോടു കൂടിയാണ് ഇപ്പോൾ കാര്യങ്ങളെല്ലാം പോകുന്നത്. മറ്റ് ഉയർന്നു വരുന്ന വാർത്തകൾ അതിനൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല. അല്ല, വനിതകളെല്ലാം പ്രോത്സാഹിപ്പിക്കണം. കാരണം സ്വാഭാവികമായിട്ടും നമ്മുടെ നയം തന്നെ അതാണല്ലോ. നമ്മൾ നേരത്തെ ആലപ്പുഴയിൽ ചേർന്ന ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനം
വനിതകളുടെ നമ്മുടെ സംഘടനയിലെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരേണ്ടത് സംബന്ധിച്ച് സമഗ്രമായി ചർച്ച ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ ഘടകങ്ങളിലും നിശ്ചിത ശതമാനം വനിതകൾ ഉണ്ടാവണം എന്ന് DYFI നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. ആ സംസ്ഥാന സമ്മേളനത്തിൻ്റെ തീരുമാനപ്രകാരം DYFIയിൽ ബോധപൂർവം തന്നെ ഞങ്ങൾ വനിതകളുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നല്ല നിലയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. തീർച്ചയായിട്ടും നല്ല കാര്യമില്ല. നേരത്തെയും ജില്ലാ അധ്യക്ഷ സ്ഥാനത്തേക്ക് വനിത ഉണ്ടായിരുന്നു. നേരത്തെ എറണാകുളം ജില്ലാ പ്രസിഡൻ്റായിട്ട് ഡോക്ടർ പ്രിൻസി കുര്യാക്കോസ് ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അല്ല, അത് പോസിറ്റീവായ കാര്യമാണല്ലോ വനിതകളൊക്കെ നേതൃത്വത്തിലേക്ക് വരുന്നത്. വനിതകൾ നേതൃത്വത്തിലേക്ക് വരുന്നത് എന്തോ ഒരു മോശം കാര്യമായിട്ടാണ് കാണുന്നത്. വലിയൊരു അഴിമതി ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് മെസ്സിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ടാണ്. പ്രതികരിച്ച് കണ്ടില്ല. അല്ല, മെസ്സിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ കുറേ വാർത്തകളും വിവാദങ്ങളും ഉണ്ടാക്കാനുള്ള ശ്രമമൊക്കെ നടന്നതായി കാണുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഇപ്പം UDF ആണല്ലോ ഭരിക്കുന്നത്. അപ്പോൾ അവർക്ക് അവരുടെ കയ്യിൽ എല്ലാ സംവിധാനമുള്ള സ്ഥിതിക്ക് കാര്യങ്ങളെല്ലാം സമഗ്രമായി അന്വേഷിച്ച് അത് പുറത്തു കൊണ്ടുവരട്ടെ. ഈ ഊഹാമോഹങ്ങളെയൊക്കെ നിലനിർത്തി ഇങ്ങനെ പ്രചരിപ്പിച്ചിട്ട് കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് എന്തോ വലിയ അഴിമതി നടന്നിരിക്കുന്നു എന്ന് സ്ഥാപിക്കാൻ ഒരു പറ്റം മാധ്യമങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഏതായാലും മാധ്യമങ്ങളുടെ ആ ശ്രമത്തിൻ്റെ കൂടെ ഇപ്പോൾ ഞങ്ങളില്ല. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഈ ഗവൺമെൻറ് ആ കാര്യങ്ങൾ തെളിവ് സഹിതം പുറത്തു വരട്ടെ, അപ്പോൾ പ്രതികരിക്കാം. അല്ല, അന്വേഷണം ഈ അഴിമതി ആരോപിക്കുന്ന ആളുകൾ ഇപ്പം കോൺഗ്രസും UDF ആണല്ലോ. അപ്പോൾ അവരുടെ കയ്യിൽ ഭരണമുള്ള സ്ഥിതിക്ക് അതിനെല്ലാം നിജസ്ഥിതി ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഉത്തരവാദിത്വമുണ്ട്. വെറുതെ ആരോപണങ്ങൾ ഉന്നയിച്ചാൽ മാത്രം പോരല്ലോ. ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഇന്ന കാര്യങ്ങളാണ് എന്ന് ജനങ്ങളുടെ മുമ്പാകെ പറയേണ്ടതുണ്ട്. അപ്പോൾ ആരോപണം ഉന്നയിക്കുന്നവർ അത്തരം കാര്യങ്ങൾ പറയട്ടെ. മുമ്പ് തന്നെ മന്ത്രി തന്നെ 3 വേദികളിലും വാർത്താസമ്മേളനത്തിലൊക്കെ ആവർത്തിച്ച് പറഞ്ഞത് മെസ്സി വരുമെന്ന് തന്നെയാണ്. അപ്പോൾ അത് യാതൊരു അടിസ്ഥാനമില്ലാതെ പറയുന്നില്ല. അല്ല, നിങ്ങൾക്ക് തന്നെ അറിയാലോ, ഇപ്പം മെസ്സിയെ പോലുള്ള ഒരു ലോകം ആദരിക്കുന്ന ഒരു കളിക്കാരനെ കേരളത്തിൽ കൊണ്ടുവന്ന് കളിപ്പിക്കുന്നതും കേരളത്തിലേക്ക് ക്ഷണിക്കുന്നതുമെല്ലാം വളരെ പോസിറ്റീവായിട്ടാണ് നിങ്ങളൊക്കെ കണ്ടത്. കാരണം മെസ്സി കേരളത്തിൽ വന്നാൽ ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ച ആളുകളാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷം കായിക പ്രേമികളും പൊതുവെ ആളുകളും. അപ്പോൾ അതിന് കൂടിയാണ് ഞങ്ങളൊക്കെ. കാരണം മെസ്സിയെ പോലെ ആൾ കേരളത്തിൽ വരുന്നതിൽ എന്താ തെറ്റ്? പിന്നെ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇപ്പം മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ സംബന്ധിച്ചല്ലേ, അപ്പോൾ അതിലൊക്കെ അന്വേഷണം നടത്തി കാര്യങ്ങൾ പുറത്തു വരട്ടെ. ഇപ്പോൾ എല്ലാ കാര്യങ്ങളെയും ഇങ്ങനെ വിവാദത്തിൻ്റെ മുഖമാർ സൃഷ്ടിച്ച് ആക്ഷേപിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അതിന് ചില താല്പര്യങ്ങളൊക്കെ ഉണ്ടാവും, അറിയാലോ ഇപ്പോൾ ഇവിടെ കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ്. ഈ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്ന് പറയുന്ന ഒരാൾ, അവകാശപ്പെട്ട ഒരാൾ അറസ്റ്റിലായിരുന്നു. മുഖ്യമന്ത്രി പൂർണ്ണമായിട്ട് അങ്ങനെ സോഷ്യൽ മീഡിയ ടീം തന്നെ ഉണ്ടെന്നും പറയുന്നു. എന്താണ് ആ വിഷയത്തിൽ DYFI? അല്ല, മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാൻ ഞാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് മുഖ്യമന്ത്രി ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പേജ് കൈകാര്യം ചെയ്യാൻ വേണ്ടി മാത്രം 5 പേർ ഉണ്ട് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അത് ഇല്ലെങ്കിൽ പിന്നെ അത് അദ്ദേഹം നിഷേധിക്കട്ടെ. പിന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തുടർച്ചയായി മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് നുണ പറയുകയാണ്. അത് കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, അത് ഓരോ കേരളീയരെ സംബന്ധിച്ചിടത്തോളവും അതൊരു പ്രശ്നമാണ്. കാരണം നമ്മുടെ മുഖ്യമന്ത്രി ഇങ്ങനെ ജനങ്ങൾക്ക് മുമ്പിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ നുണ പറഞ്ഞ് ആ പറഞ്ഞ കാര്യം 2 മിനിറ്റ് കൊണ്ട് സോഷ്യൽ മീഡിയയിൽ പൊളിഞ്ഞു പോകുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഈ കേസിലെ പ്രതിയുമായിട്ടുള്ള ബന്ധമെന്ന് പറഞ്ഞാൽ നവകേരള യാത്രയിൽ അദ്ദേഹത്തിന് ക്രൂരമായ മർദ്ദനമേറ്റു, അപ്പോൾ ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയി എന്നാണ്. ഒരിക്കലും അങ്ങനെയല്ല. നവകേരള യാത്ര നടക്കുന്നത് 2023-ലാണ്. അദ്ദേഹവുമായിട്ടുള്ള ബന്ധം ഈ പ്രതി തന്നെ പല ഘട്ടത്തിലും വീഡിയോ ഫോട്ടോ ഒക്കെ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് 2021 മുതൽ തന്നെയുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ഓപ്പറേറ്റ് ചെയ്യുന്ന, മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ഏത് സമയത്തും കയറി ചെല്ലാൻ അധികാരമുള്ള, മുഖ്യമന്ത്രിയുടെ അടുക്കളയിൽ കയറി ഭക്ഷണം കഴിക്കാൻ അധികാരമുള്ള, മുഖ്യമന്ത്രിയുമായുടെ ഏത് സ്വകാര്യ ചടങ്ങിലും പെട്ടെന്ന് കയറി ചെല്ലാൻ കഴിയുന്ന ബന്ധം ഇവർ തമ്മിലുണ്ട് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, അത് ബോധ്യപ്പെട്ട കാര്യമാണ്. അപ്പം അത് സമഗ്രമായ അന്വേഷണം വേണം എന്നാണ് DYFI ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ ഉയർന്നു വന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കേസിൽ സാക്ഷികളായിട്ടിപ്പോൾ പോലീസ് തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളത് കാസർഗോഡുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹികളെയാണ്. അപ്പോൾ ഈ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹികളെ തന്നെ സാക്ഷികളാക്കി വെക്കുക, പ്രതികളായി യൂത്ത് കോൺഗ്രസ്സുകാർ ഉണ്ടാവുക, ഈ പ്രതികൾക്ക് ഏറ്റവും അടുത്ത ബന്ധം മുഖ്യമന്ത്രിയായിട്ടുണ്ടാവുക. അപ്പോൾ ഈ കേസൊക്കെ എവിടെ എത്തും എന്ന് നമുക്കറിയാലോ. അപ്പോൾ ഇതിനകത്ത് സമഗ്രമായ അന്വേഷണം നടത്തണം. ഇതിപ്പോൾ ഒന്നാമത്തെ ഒരു കടത്തലല്ലല്ലോ. 7 ജില്ലകൾ സഞ്ചരിച്ചിട്ടാണ് അവർ അവിടെ എത്തിയിട്ടുള്ളത്. ആ 7 ജില്ലകളിൽ ആരുമൊക്കെയായി ബന്ധപ്പെട്ടു. ഈ പ്രതികളുടെ വിദേശ യാത്ര പരിശോധിക്കണം. ഈ പ്രതികൾ കഴിഞ്ഞ
ഒരു 2-3 വർഷമായിട്ട് ആരൊക്കെയായിട്ടാണ് ഫോണിൽ ബന്ധപ്പെടുന്നത്, ആരുമായിട്ടാണ് കൂടുതൽ കോണ്ടാക്റ്റ്, ഇവർക്ക് ഈ സാധനങ്ങളൊക്കെ കിട്ടുന്നത് എവിടെയാണ്, ഇവരിതിൻ്റെ ലാഭമൊക്കെ എവിടെയാണ് സൂക്ഷിക്കുന്നത്, എല്ലാം സംബന്ധിച്ചും സമഗ്രമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. നമ്മൾ ഹൈക്കോടതി ജഡ്ജിയുടെ മേൽനോട്ടത്തിലെങ്കിലും ഒരു സ്പെഷ്യൽ ടീമിനെ വെച്ച് അന്വേഷിച്ചിട്ടില്ലെങ്കിൽ ഇതൊന്നും അന്വേഷണം മുന്നോട്ട് പോകാൻ സാധ്യതയില്ല. അതുകൊണ്ട് സമഗ്രമായി അന്വേഷിക്കണം എന്നാണ് DYFI ആവശ്യപ്പെടുന്നത്. മുഖ്യമന്ത്രി ഇങ്ങനെ പരിഹാസ്യനാവുന്ന നുണ പറയുന്ന കാര്യം അവസാനിപ്പിക്കണം എന്നുകൂടി DYFI ആവശ്യപ്പെടുകയാണ്.